ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു ചിൽഡ്രൻസ് പാർക്കിലാണ് പോകുന്നത്. പൊന്നിൻ്റെ ഫ്രണ്ട് അച്ഛനയുടെ കല്യാണത്തിന് പോയപ്പോൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. ചൈതന്യ ചിൽഡ്രൻസ് പാർക്കാണ്. അവിടെ കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ അവരുടെ സൈസിലുള്ള രൂപങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഈ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്തും കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഋതുവിൻ്റെ ഫസ്റ്റ് ടൈം പാർക്ക് ഡേറ്റാണിത്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ബീല് കയറിയിട്ട് ഇരുന്ന് ചിരിച്ച് കളിച്ചിരിക്കണ കണ്ടില്ലേ? ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു. കുറേ നേരം ആൾ അതിലിരുന്ന് കളിച്ചിട്ടോ. അവൾ തന്നെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വീണാലോ എന്ന് വിചാരിച്ച് പിടിച്ച് നിൽക്കുന്നതാണേ. ആൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്തോ ആളുകളുടെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾ കുറച്ച് ഷൈ ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചില്ല ആൾ ഇത്ര എൻജോയ് ചെയ്യുമെന്ന്. പിന്നെ ഞാനും കൂടി നിന്നതുകൊണ്ടാണോ ആ സ്ഥലത്ത് വേറെ ആരും ഇല്ലാതിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ആൾ നന്നായിട്ട് ഇതെല്ലാം എൻജോയ് ചെയ്തു. അവിടെയുള്ള ബേർഡ്സിനെയും അനിമൽസിനെയൊക്കെ കാണാനും ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എനിക്കും എൻ്റെ ചൈൽഡ്ഹുഡ് തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു. ഞാനും എല്ലാത്തിലും കയറിയിരുന്ന് ഋതുവിൻ്റെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയുള്ള ഒരു കാർഷിക മ്യൂസിയമാണിത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പഴയ കാലത്തെ അല്ലെങ്കിൽ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പലതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നേ. ഉരുളി, നന്നങ്ങാടി, പിന്നെ ഉരൽ, അമ്മി, ആട്ടുകല്ല്, കൽപ്പ, ജലചക്രം, കാളവണ്ടിയുടെ ചക്രം, പിന്നെ കാളവണ്ടിയുടെ ശരിക്കൊരു മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല, അതേ സൈസിൽ തന്നെയുള്ള സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുതിരവണ്ടി, പിന്നെ ഈ അങ്ങാടിയിലും അല്ലെങ്കിൽ വെയിറ്റൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടി ഉണ്ടല്ലോ, ഈ അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് അങ്ങനത്തെ വണ്ടി, ഗ്രാമഫോൺ, തേവുകൊട്ട, റാന്തൽ വിളക്ക്, ഗ്രാമഫോൺ, അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. സീസോയും പിന്നെ സ്ലൈഡിലൊന്നും കയറാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ചെറിയ അതുപോലെ ഊഞ്ഞാൽ അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫാമിലിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസും ഉണ്ട്. അല്ലാതെ ഇപ്പോഴത്തെ മറ്റേ ബൗൺസിങ് മാറ്റൊക്കെ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. പിന്നെ കുറേ കളർ ബോളുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഓപ്പൺ അല്ലായിരുന്നു. എനിക്ക് അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളും അറിയില്ല. ഞങ്ങളന്ന് സൺഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സൺഡേ ക്ലോസ് ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നക്ഷത്രവാനുണ്ട്. പിന്നെ അല്ലാതെയും കുറേ ചെടികളും അതുപോലെ തന്നെ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഫുള്ള് ഗ്രാസൊക്കെ ആയിട്ട് അവിടെ വിശ്രമിക്കാനും ഒക്കെ സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറച്ച് അനിമൽസ്, ബേർഡ്സ്, അങ്ങനെ പല വെറൈറ്റികളായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ബോട്ടിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമുണ്ട്. പക്ഷെ അതൊന്നും ഓപ്പൺ അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ടൈമിങ്ങിനെ ഓപ്പൺ ആവുള്ളൂ എന്ന്. പിന്നെ ആരും കയറിയിട്ട് അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയും വേറെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടായിരുന്നു. ഈ മരം നല്ല അടിപൊളിയാണ്. അതിൻ്റെ മേലെ കുറച്ച് ചക്കയും പിന്നെ മയിൽ, കുറച്ച് ബേർഡ്സ് അങ്ങനെയൊക്കെ കണ്ട് പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തായിട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ക്രൗൾ ചെയ്യാനും ജമ്പ് ചെയ്യാനും സ്വിങ് ചെയ്യാനൊക്കെ പറ്റുന്ന കുറേ ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നേ. ഋതുവിൻ്റെ ഈ കുതിരയമ്മയാണ് കയറിയിരുന്നത്. കുതിരയല്ല, ഡക്കായിരുന്നേ. എനിക്ക് പേടിയായിരുന്നു ആളത് വന്ന് തെന്നി വീഴുമെന്ന്.
പിന്നെ നീ ഇങ്ങനെ പറഞ്ഞ നമ്മുടെ മൗഗ്ലിയൊക്കെ തൂങ്ങി വരില്ലേ, അതേപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നേ. ആ അറ്റത്തുനിന്ന് കയറി കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ ഒഴുകി വന്നോളും. പിന്നെ ഋതു തന്നെ പിടിച്ചിരിക്കാത്തതുകൊണ്ട് ഞാൻ അവളെയും പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ദേ ഈ ഒരു ഊഞ്ഞാലിലും കയറി. ഇതിൻ്റെ ഉള്ളിൽ പല രൂപങ്ങളുണ്ട്. ഞങ്ങൾ കയറിയത് ദേ ഈ ഒരു മാനിൻ്റെ പോലത്തെ രൂപത്തിലാണ്. മാന് തന്നെയാണെന്ന് തോന്നുന്നു. ആൾക്കിങ്ങനെ കറങ്ങണത് ഇവിടെ എന്തൊക്കെ ഇഷ്ടമായിരുന്നേ. ഒരെണ്ണത്തെ വരുത്തിയപ്പോൾ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു കുട്ടിക്ക്. മുയലിനെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇതേ ഇപ്പുറത്തു കൂടിയാണ് വന്നത്. അപ്പോൾ ഇതിലെ ബാക്കി ഐറ്റംസും കൂടി കാണാൻ പറ്റി. അങ്ങനെ പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പാർക്കിന് പുറത്തായിട്ട് ഒരു അഗ്രികൾച്ചർ നഴ്സറി ഉണ്ട്. നമുക്ക് വേണം